കർത്താവെ കാത്തു. അതും പറഞ്ഞ് ഒന്ന് നിശ്വസിച്ചു. അവൻ അവിടെയുള്ള സിമൻറ്റ് ബെഞ്ചിലായിരുന്നു. അവിടെ നിന്ന് നോക്കിയതും താനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി വെച്ചേക്കുന്ന ലൈസ് പാക്കറ്റ് കണ്ടതും അവൻ അതെടുത്തു തിരിച്ചും മറിച്ചു നോക്കി. ശേഷം ചുറ്റുമൊന്ന് നോക്കി പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഡോ! പെട്ടെന്നൊരലറൽ കേട്ടതും വായിലേക്ക് വെക്കാനെടുത്ത ലൈസ് കയ്യിൽ നിന്നും വീണു പോയിരുന്നു. മുന്നിലേക്ക് നോക്കിയതും തന്നെ കൊല്ലാൻ പാകത്തിന് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവനൊന്ന് അന്താളിച്ചു. എന്ത് പണിയെടുത്താൻ കാണിച്ചേ? എൻ്റെ ലൈസ്! എടോ, തനിക്ക് നാണില്ലേ വല്ലവരത്ത് എടുത്ത് കഴിക്കാൻ? സോറി കുട്ടി, ഇതിവിടെ കിടക്കുന്ന കണ്ടപ്പോൾ. ഓഹോ, താനതിന് എന്ത് കിട്ടിയാലും കഴിക്കോ? എനിക്ക് കഴിക്കാൻ ഞാൻ കൊണ്ടുവച്ചത്. ഓ, എന്നാ പിടിക്ക് നിന്റെ ലൈസ്. എൻ്റെ കർത്താവെ, ഏത് നേരത്താണോ എന്തോ അവൻ ഈ ലൈസ് പാക്കറ്റ് അവളുടെ കയ്യിൽ കൊടുത്തു. തല കൈകൊണ്ട് താങ്ങി പറഞ്ഞു. അവൾ അവനെ നോക്കി പുച്ഛിച്ചിട്ട് അവനരികിലിരുന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ അവളെ ശരിക്കൊന്ന് നോക്കി. കക്ഷി അത്യാവശ്യം തടിയുണ്ട്, ഉണ്ടക്കണ്ണുകൾ, വെളുത്ത മുഖത്ത് ചുണ്ടിന് മുകളിൽ കറുത്ത മറക് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വല്ലാത്ത ഭംഗിയുള്ളതായി തോന്നി അവന്. തനിക്ക് വേണോ? തൻ്റെ നേർക്ക് ഒന്ന് നീട്ടി അവൾ ചോദിക്കുന്ന കേട്ടതും സാം അവൾക്ക് നേരെ കൈകൾ കൂപ്പി. വേണ്ടേൽ വേണ്ട, അതും പറഞ്ഞ് അതവൾ വായിക്കകത്തിട്ടിരുന്നു. നീ രാവിലെ ഇത് കഴിക്കാനാണ് ഇങ്ങ് വന്നത്? ഓ, അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇയാൾക്കറിയോ, എന്നെ കിടക്കാൻ പോലും സമ്മതിക്കാതെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ട്. ഞാൻ തടി കൂടി വരണമെന്ന് അവൾക്ക് പരാതി. ചുണ്ട് ചുളിക്ക് പറയുന്നവളെ കാണി അവൻ ചിരിച്ചു പോയി. എന്നിട്ട് നീ എന്താ അവരുടെ കൂടെ പോയില്ലേ? ദേ ചേട്ടാ, അത് കണ്ടോ? അവൾ കുറിച്ച് അപ്പുറത്തായുള്ള ബിൽഡിംഗ് അവൻ നേരെ ചൂണ്ടിക്കാണിച്ചു. ആ, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എനിക്ക് ഓടുന്ന ഇഷ്ടമല്ല. അവരോട് ഞാൻ നടന്നേക്കെന്ന് പറഞ്ഞു. ഇനി അവർ വരുന്നവരെ ഇത് കഴിച്ച് ഇവിടെ ഇരിക്കാം. അവർ വരാൻ സമയമാകുമ്പോൾ ദേ ഈ കുപ്പിയാണ്ടോ, ഇതിൽ വെള്ളം കുറിച്ച് ദേഹത്തൊഴിക്കും. വിയർപ്പ് വേണ്ടേ? അപ്പോൾ അവർ എന്ത് കരുതും? ഞാൻ നടന്ന് ക്ഷീണിച്ച് വീർത്തെന്ന്. അവൾ പറയുന്നെല്ലാം അവൻ വായും തുറന്ന് കേട്ടു. ഡാ! പെട്ടെന്നുള്ള രൂക്ഷൻ്റെ വിളിയാണ് അവന് ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാ ശരി വെച്ച് അവൻ അതും പറഞ്ഞ് എഴുന്നേറ്റു. രൂക്ഷൻ്റെ പിന്നാലെ നടന്നു. കുറച്ചെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. കൂട്ടുകാരുടെ കൂടെ ചിരിച്ചു പോകുന്നവളെ കാണെ അവനൊന്ന് പുഞ്ചിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് സാമിനെ ഇറക്കി കോളേജിലേക്ക് പോവുകയാണ് രൂക്ഷ്. ബാംഗ്ലൂർ മെസ് കോളേജിലെ ലെക്ചറാണ് അവൻ. ഡാ, ഈവനിങ് വൈകുമോ നീ? ഇല്ലടാ, നീ ഇറങ്ങി നിൽക്ക്, ഞാൻ എത്തിക്കോളാം. ശരി എന്ന ബൈ. കാർ തിരിച്ച് പുറത്തേക്ക് കടക്കുമ്പോഴാണ് ഗേറ്റ് കടന്നു പോകുന്നവൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കയ്യിലെ ബാഗിലായി മുറുകെ പിടിച്ചു ധൃതിയിൽ നടക്കുന്നവളെ കണ്ട് അവന് കാർ അവൾക്കരികിലേക്ക് നിർത്തി. ഒരു കാർ തനിക്ക് തൊട്ടടുത്ത് നിർത്തിയതും നീല ഒന്ന് പേടിച്ചു പോയി. കാറിൽ നിന്നും ഇറങ്ങുന്നവനെ കണ്ടതും അവളിലെ പേടിയും വെപ്രാളവും ഒന്നുകൂടി ഓർന്നിരുന്നു. താനിതെങ്ങോണ്ടാ? പരിങ്ങിക്കൊണ്ട് നിൽക്കുന്ന അവളോടായി അവൻ ചോദിച്ചു. അത് ഞാൻ വീട്ടിലേക്ക്, അവൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ നെറ്റിച്ചൊളിച്ച് നോക്കി. വണ്ടിയിൽ കയറ്, ഞാനാക്കിയേക്കാം. അയ്യോ വേണ്ട, അവൻ പറഞ്ഞു തീർന്ന ഉടനെ അവൾ മറുപടി കൊടുത്തിരുന്നു. അത്രയും വേഗത്തിലുള്ള അവളുടെ മറുപടി കേട്ട് അവനൊന്ന് അമ്പരന്നു. അതെന്താ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. സാറിന് ബുദ്ധിമുട്ടാകും, അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ആഞ്ചല വണ്ടിയിൽ കയറ്, അവൻ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. അവൾക്ക് ഡോർ തുറന്ന് നൽകി. ഒന്നും മടിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി. ഇരുവരും ഒന്നും മിണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് പറയാനാണ് തങ്ങൾ? അവൾ ചിന്തിക്കാതിരുന്നില്ല. താനെന്താ പെട്ടെന്ന് വീട്ടിലേക്കോ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ചോദ്യം എത്തിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരാനാവും. വീട് പൂട്ടിക്കിടക്കുവാണ്, ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ചേച്ചിക്കുള്ള മരുന്നെടുക്കണം. നിർവികാരതയോടെ പറയുന്ന പെണ്ണിനെ അവനൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ വേദന. അവൻ അവളിൽ കണ്ണുകൾ പിൻവലിച്ചു. അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. പെട്ടെന്ന് കാർ നിന്നതും അവളൊന്ന് ഞെട്ടി. അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കാണെ അവൾ തല താഴ്ത്തി. ആഞ്ചൽ, തൻ്റെ വീട്ടിലേക്ക് പോകുള്ള വഴി ഊഹിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കല്ല, പറഞ്ഞിരുന്നിൽ. അത്രയും പറഞ്ഞ് അവൻ അവളെ നോക്കി. അവൾ വല്ലാതായി. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, നേരെ പോയി വലത്തോട്ട്, അവൾ അവനോടായി പറഞ്ഞു. അവളിലെ പരിഭ്രമം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു.
അവൾ പറഞ്ഞ വഴികളിലൂടെ വണ്ടി സഞ്ചരിക്കുമ്പോൾ അവനും പുതുമയോട് നോക്കി. കോളനി പോലെ അടുത്തടുത്ത വീടുകൾ കാണി അവൻ അത്ഭുതത്തോടെ നോക്കി. സാർ ഇവിടെ, അവൾ അവനെ നോക്കി പറഞ്ഞു. അവർ ഒന്ന് സൈഡിലേക്ക് നോക്കി. ലോഡ്ജ് പോലെയുള്ള കുഞ്ഞു വീട് കാണി അവൻ അവളെ സംശയത്തോടെ നോക്കി. ഇതാ വീട്? വീടെന്നല്ല, വാടകയ്ക്കാണ്. സാർ ഇറങ്ങൂ. അവൾ അവനെ വിളിച്ചുകൊണ്ട് വാതിൽ തുറക്കാനായി നടന്നു. അവൻ കാറിറങ്ങി ചുറ്റും നോക്കി. എല്ലാവരുടെ നോട്ടവും തന്നിലാണ്. അവനത് അസഹ്യമായി തോന്നിയിരുന്നു. വാതിൽ തുറന്നതും അവൻ അവൾക്ക് പിറകെ തന്നെ അകത്തേക്ക് കയറിയിരുന്നു. മുന്നിൽ തന്നെ മാലയിട്ട് വെച്ച ഒരാളുടെ മുഖം കാണി അവൻ അവളെ സംശയത്തോടെ നോക്കി. അച്ഛനാ? അവൻ്റെ നോട്ടം മനസ്സിലായ പോലെ അവൾ അതിന് വാടിയ പുഞ്ചിരിയോട് മറുപടി നൽകിയിരുന്നു. സാർ ഇരിക്കൂ. തൻ്റെ തോളിലെ ഷോൾ കൊണ്ട് കസേര തുഴച്ച് അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്കായി നടന്നു. അവൾ പോയതും അവന് ആ കസേരയിലിരുന്നു. അവിടെ ഇരിക്കും തോറും വല്ലാത്ത അസ്വസ്ഥമായി അവൻ്റെ മനസ്സ്. പക്ഷേ അവിടെ നിന്ന് പോകാൻ അവന് കഴിഞ്ഞില്ല. അവളെ തനിച്ചാക്കി പോകില്ലെന്ന് ആരോ പറയുന്ന പോലെ. കുടിക്ക്. തൻ്റെ മുന്നിലേക്കായി കാപ്പി നീട്ടി പറയുന്നവളെ കാണെ പുഞ്ചിരിയോടെ അവനത് വാങ്ങി. കട്ടനാണെന്നറിയെ അവന് കുടിക്കാൻ വല്ലാതെ മടി തോന്നി. അവൻ കട്ടൻ കുടിക്കാനില്ലായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് നോക്കി കുടിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു സിപ്പ് കുടിച്ചതും വല്ലാത്ത രുചി തോന്നി അതിന്. അവൻ അവിടെ നോക്കി. ഓരോരോ പണികളിലാണ്. അവനും എഴുന്നേറ്റുകൊണ്ട് ഓരോന്നും എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നെന്തോ കണ്ണിലൊടുക്കിയ പോലെ അവൻ കൈകളിൽ എടുത്തു. അതിൽ നീലാഞ്ചൽ എന്ന പേരിലേക്കും ശേഷം അതിന് താഴെയായി ഡിസ്റ്റിങ്ഷനും കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി. എൻ്റെതാ? വല്ലാത്ത സന്തോഷത്തോടെ അവൾ അവനോട് പറഞ്ഞു. താൻ തുണിക്കടയിൽ? അവൻ ചോദിക്കാൻ തുടങ്ങിയതും അവളുടെ മുഖം മാറി വേദന നിറഞ്ഞു. അതെ, നല്ല മാർക്കുണ്ടായിരുന്നു. +2 കഴിഞ്ഞു. ഡിഗ്രി ചെയ്യുന്ന 1 വർഷം തികയുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മയുടെ രോഗം, അതെല്ലാം വിറ്റുപെറുക്കി. പക്ഷെ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷെ കഴിഞ്ഞില്ല. വീട്ടുകാർക്ക് പോലും മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. അവൾ ചെറുപുഞ്ചിരിയോട് പറഞ്ഞെങ്കിലും അവളിലെ വേദന അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അത് അവൻ നിന്ന് വെക്കി. പൊക്കോളൂ, വൈകണ്ട. അവൻ പറയാമെന്നത് മനസ്സിലായ പോലെ അവളൊരു പുഞ്ചിരിയോട് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള നന്ദി അവൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുക, അവളോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി കാറും എടുത്ത് അവൻ കോളേജിലേക്ക് വിട്ടു. താനോ? ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം. സാം തിരിഞ്ഞു നോക്കി. അവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അയ്യോ, ഇയാൾ ഡോക്ടറാണല്ലേ? അവൻ അടിമുടി നോക്കി അത്ഭുതത്തോടെ ചോദിച്ചവൾ. അല്ല, താനെന്താ ഇവിടെ? ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാ. അവളൊന്ന് വീണു, കാല് സ്റ്റിച്ചിടുക, എന്നിട്ട് താനിങ്ങ് പോന്നു. അവൾ അവനോട് ഒരു ചിരിയോടെ ചോദിച്ചു. എനിക്ക് പേടിയാ. അവളൊരു അവിഞ്ഞ ചിരിയോട് അവന് മറുപടി നൽകി. അയ്യോ, ഞാൻ ചോദിക്കാൻ വിട്ടു. ഡോക്ടർ പേരെന്താ? സാമുവൽ ജോൺ. ഞാൻ അല്ലി അലങ്കൃത. എന്നാൽ ശരി ഡോക്ടറെ, ഞാൻ പോയേക്കുക. അവനെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു പോകുന്നവളെ അവനും നോക്കി. അല്ലി അവൾ പോകുന്ന വഴിയെ നോക്കി മനസ്സിലുരവിട്ടു. അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവളുടെ വേദന നിറഞ്ഞ മുഖം. ഷിറ്റ്! അവൻ ദേഷ്യത്തോടെ ടേബിളിൽ ആഞ്ഞടിച്ചു. ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവൃത്തിയിൽ സ്റ്റുഡൻ്റ് എല്ലാവരും മന്ദിച്ചു നോക്കി. പുറത്തേക്കിറങ്ങി അവൻ സാമിനെ വിളിച്ചു. ഒറ്ററിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. ഹലോ, എന്താടാ നിൻ്റെ സ്വരത്തിലൊരു മാറ്റം? രൂഷിൻ്റെ മനസ്സിൽ അസ്വസ്ഥ അവൻ അറിഞ്ഞിരുന്നു. ഒന്നുമില്ലടാ, നീ കൂളാക്ക്. ഈവനിങ് നമുക്ക് ബീച്ചിൽ പോകാം. ഒന്ന് മൂളിക്കൊണ്ട് രൂക്ഷ് ഫോൺ വെച്ചു. സാർ, പിന്നെ എന്നുള്ള വിളി കേട്ടതും അവൻ പല്ല് കടിച്ചു. നിനക്കെന്താ നീ ഇത് വേണ്ടത്? ടോർച്ച് ചെയ്യാതെ പോകുന്നുണ്ടോ? ശല്യം! അവളോടായി പറഞ്ഞുകൊണ്ട് പിറുപിറുത്തു. അവനും നടന്നു നീങ്ങി. നിങ്ങൾ എനിക്കിഷ്ടാണ്. അവൻ പോകുന്നത് നോക്കി നീതു മനസ്സിൽ പറഞ്ഞു. പിന്നെ ചെറുചിരിയോടെ നടന്നു ക്ലാസ്സിലേക്ക് പോയി. കോളേജിൽ നിന്നും ഇറങ്ങിയതും രൂക്ഷ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. സാമിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോഴാണ് അവൻ നിലയെ ഓർത്തത്. അവളെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി അവൻ നേഴ്സിനോട് അവരെക്കുറിച്ച് അന്വേഷിച്ചു. വാർഡ് നമ്പർ കിട്ടിയതും അവൻ അങ്ങോട്ട് നടന്നു. വാതിൽ തുടരെയുള്ള മുട്ട് കേൾക്കെ അവളൊന്ന് പേടിച്ചു. മെല്ലെ ചെന്ന് വാതിൽ തുറന്ന്
പുറത്തേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്നതിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഞാൻ തൻ്റെ അമ്മയെ കാണാൻ അവളോടൊന്ന് പരങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് വരാനായി നീങ്ങി നൽകി. അകത്തേക്ക് കയറി അവൻ ചുറ്റും നോക്കി. ഒരു മൂലയിലായി കിടക്കുന്ന അവരെ അവൻ സൂക്ഷിച്ചു നോക്കി. അമ്മ. അവൾ അവരുടെ അടുത്തിരുന്ന് പതിയെ വിളിച്ചു. ഡോ, വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവൾ പതിയെ ശബ്ദം താഴ്ത്തി അവന് കേൾക്കാൻ മാത്രമായി ചോദിച്ചു. അത് പിന്നെ. അവൾ നിന്ന് വെക്കി. പറയടൂ. അവനൊരു പുഞ്ചിരിയോട് അവളോട് ചോദിച്ചു. അത് നമ്മുടെ വിവാഹക്കാര്യം അമ്മയോടൊന്ന് പറയാവൂ? തലകുനിച്ചുകൊണ്ട് അവൾ അവനോടായി ചോദിച്ചു. വല്ലാത്ത പ്രതീക്ഷ ഉണ്ടായിരുന്നതിൽ. പറയാം. അവളെ നോക്കി അവന് പറഞ്ഞു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. 6 മാസം കഴിഞ്ഞ ഡിവോഴ്സ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് അവൻ സമ്മതിക്കുമെന്ന് അവൾ ഭയന്നിരുന്നു. ഞെരിപിരിക്കൊള്ളുന്ന അമ്മയുടെ ശബ്ദം കേട്ടു അവൾ അമ്മയ്ക്കടുത്തേക്ക് തിരിഞ്ഞു. അമ്മ. അവൾ വീണ്ടും വിളിച്ചതും അവർ പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവൾ അവരെ നോക്കി മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. അമ്മയുടെ വായിലായി വെള്ളം കൊടുക്കുന്നവൻ നോക്കി നിന്നു. കൊച്ചുകുട്ടികൾ കൊടുക്കുന്ന പോലെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ. അവളുടെ ചുണ്ടിൽ അപ്പോഴും മായാത്ത പുഞ്ചിരിയുണ്ട്. അവൻ ആ ചിരിയിൽ കുരുങ്ങിക്കിടന്നു. വല്ലാത്ത അസ്വസ്ഥത തോന്നിയവന്. കണ്ണേട്ട. അമ്മയുടെ കണ്ണുകൾ അവന് നേരെ വീണതും അവൾ അറിയാതെ നാവിൽ നിന്ന് വീണിരുന്ന ആ പേര് അവൻ അവളെ നോക്കിക്കൊണ്ട് അമ്മയുടെ കൈകൾ പിടിച്ചു. അമ്മയുടെ മോളെ ഞാനെൻ്റെ ഭാര്യയാക്കുക. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. അമ്മയ്ക്കറിയാം എൻ്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ ചികിത്സിക്കാൻ പണം തന്നതെന്ന് ഇവളെന്നോട് പറഞ്ഞു. അമ്മയ്ക്കൊന്നും പറയാനില്ല. എൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു. അവൾക്കൊരു പാതി. എൻ്റെ കുഞ്ഞിൻ്റെ മരണം വരെ അവൾ മോനെ വേദനിപ്പിക്കില്ല. ആ സ്ത്രീ കരഞ്ഞു പോരുന്നു. അമ്മ, എന്താ ഇത്? അവൾ ഉപദേശരൂപേണ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. ചെയ്യാൻ പോകുന്ന തെറ്റാണെന്ന് തോന്നുന്നു. ആലോചനയോടെ നിൽക്കുന്നവൻ്റെ പിന്നിൽ നിന്നും അവൾ വിളിച്ചു. സാർ, അമ്മ പറഞ്ഞ കാര്യമാക്കണ്ട. എഗ്രിമെൻറ്റിൽ ഞാൻ സൈൻ ചെയ്ത് സാം ഡോക്ടറെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പുഞ്ചിരിയോട് പറഞ്ഞവൾ അകത്തേക്ക് കയറി. എന്തിനു വേണ്ടി ഇവളിത്രയും സഹിക്കുന്നു? അവൻ മനസ്സിലായി ചിന്തിച്ചു. സാമിൻ്റെ മുന്നിലെത്തിയതും രൂക്ഷ് ദേഷ്യത്തോട് അവനെ വലിച്ചു പുറത്തേക്ക് പോയി. രൂക്ഷ്, എന്താ? കൈകൾ വിടയിപ്പിച്ച് അവൻ തിരക്കി. ഇറിറ്റേറ്റിംഗ് മീ. അവൻ വല്ലാതെ ദേഷ്യത്തോട് പറഞ്ഞു. എന്നതാ? അവനൊന്നും മനസ്സിലാവാതെ ചോദിച്ചു. രൂക്ഷ് ദയനീയമായി അവനെ നോക്കി. അവൻ്റെ കണ്ണിലെ ദയനീയത സാമിന് മനസ്സിലായിരുന്നു. നാളെ തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്താലോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ രൂക്ഷൊന്ന് പകച്ചു. എന്താ, അവന് നാളെ എത്തുമോ? സാം പറഞ്ഞതും രൂക്ഷ് പുച്ഛത്തോടെ ചിരിച്ചു. ഇത് നില സൈൻ ചെയ്ത മുദ്രപത്രം. അത് സാമിൽ നിന്ന് വാങ്ങി അവനത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ശേഷം ഭദ്രമായി എടുത്തു വെച്ചു. സാം അവളോട് പറഞ്ഞേക്ക് നാളെ രാവിലെ 10 മണിക്ക് വരണമെന്ന്. സാം അവനെ അത്ഭുതത്തോടെ നോക്കി. എവിടെ? ഒന്ന് അന്താളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. രജിസ്റ്റർ ഓഫീസിൽ. നാളെ തന്നെ അവളെ ഫ്ലാറ്റിലേക്ക് കൂട്ടണം. പിന്നെ അവളുടെ അമ്മയെ പരിചരിക്കാൻ അന്വേഷിച്ച് നിർത്താം. ഗൗരവത്തോടു കൂടി രൂക്ഷി പറഞ്ഞു നിർത്തി. സാമിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഓർത്തെന്ന പോലെ പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു. മനക്കിലറിഞ്ഞ സാമിൽ ടെൻഷനായിരുന്നു. അവർക്ക് മുമ്പിൽ അവളെ ഞാൻ കൊണ്ടുപോകും. സാം അവളെൻ്റെ ഭാര്യയെ തന്നെ പരിചയപ്പെടുത്തും. അവിടെ ഉള്ളവരിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന സന്തോഷം. അവൻ പുഞ്ചിരിയോട് പറഞ്ഞു. നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ? സാമൊന്ന് നിർത്തി അവനെ നോക്കി. അവനിലും ഗൗരവമായിരുന്നു. എനിക്ക് സമാധാനം വേണം സാമേ. അവളെ കൊണ്ടുപോയാൽ നീ ഒരു വിവാഹത്തിൻ്റെ സംസാരം എനിക്ക് കേൾക്കേണ്ടി വരില്ല. പിന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പറയാനുണ്ടാകും. പുഞ്ചിരിയോട് അവൻ പറഞ്ഞു നിർത്തി. നിനക്ക് അവളെ കണ്ടുപിടിച്ചോടെ രൂക്ഷേ? വേണ്ട, എനിക്കുള്ളതാണെങ്കിൽ എന്നിലേക്ക് തന്നെ എത്തും. എന്ത് തടസ്സങ്ങളുള്ളതാണെങ്കിലും. അതും പറഞ്ഞ് രൂക്ഷ് കാറിൽ കയറിയിരുന്നു. അവനെ നോക്കി ഒന്ന് നിശ്വസിച്ചു സാമു. അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്. നാളെ തന്നെ നമ്മളിവിടെ നിന്ന് പോകും വഴി അവിടെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ അത് സത്യമാണെന്ന് അന്വേഷിക്കണം. അവൻ്റെ അമ്മയായ ഞാനിവിടെ ഉള്ളപ്പോൾ അവൻ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉറഞ്ഞു തുള്ളുകയായിരുന്നവൾ.